മനു വാര്യർ സംവിധാനം ചെയ്ത് അനീഷ് പള്ളിയാൽ രചന നടത്തിയ ഒരു ചിത്രത്തിന്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. 2021 ഇറങ്ങിയ കുരുതി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. OTT റിലീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ മോനെ, പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വർഗീയത, എല്ലാവരും പറയും എനിക്ക് മതമില്ല അല്ലെങ്കിൽ എനിക്ക് ജാതിയില്ല എന്ന് പറയുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഒരു തരി കിടപ്പുണ്ടെന്ന് പച്ചയായിട്ട് തുറന്ന ചിത്രം. ഈ ജീവിതത്തിൽ പൃഥ്വിരാജിന്റെ അഭിനയത്തെ പൊക്കി പറയുന്നവരോട് എനിക്കൊരു കാര്യമുള്ളൂ, നിങ്ങൾ ഇത് കാണണം. ഇതിലാണ് മോനെ പൃഥ്വിരാജ് ഏറ്റവും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു ആക്ടിങ് സ്കില്ല് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഈ ഒരു കഥാപാത്രത്തെ പൃഥ്വിരാജ് തിരഞ്ഞെടുത്തു. ഒരു കാരണവശാലും ഇപ്പോഴത്തെ നിലവിൽ നിൽക്കുന്ന ഒരു നടന്മാരിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള സ്ഥാനത്താണ് പൃഥ്വിരാജ് ധൈര്യസമേതം ഈ പടത്തിൽ വന്ന് അഭിനയിച്ചതും പൃഥ്വിരാജിന്റെ പ്രൊഡക്ഷനിൽ ഈ പടം റിലീസ് ആവുന്നത്. ലായിക്ക് എന്ന് പറയുന്ന കഥാപാത്രമാണ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. ലായിക്ക് എന്ന് പറയുന്നത് മതത്തിനെ അതീവമായി തീവ്രമായിട്ട് നയിക്കുന്ന ഒരു കഥാപാത്രം. മതത്തിന്റെ ഗ്രന്ഥങ്ങളെ വിശ്വസിച്ച് മതം എന്താണെന്ന് കൃത്യമായി പഠിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന കഥാപാത്രത്തെ മീറ്റ് ചെയ്യുകയാണ്. അവർ കാണുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. അവരുടെ കാഴ്ചപ്പാടാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഒടുവിൽ ഇതിലൊരു കഥാപാത്രം വൃന്ദ അഭിനയിച്ച സുമതി എന്ന് പറയുന്ന കഥാപാത്രം, ഈ സുമതി എന്ന് പറയുന്ന കഥാപാത്രം പുള്ളിക്കാരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മത തീവ്രത വരുന്നൊരു രംഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെസ്സിൽ അന്ന് പയ്യനാണ്. അപ്പൊ അന്ന് ആരാണെന്ന് ഒരു പടം കാണുന്ന സമയത്ത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഞാനന്ന് പറയുന്ന കാര്യമുണ്ട്, അന്ന് ഈ പടം കാണുന്ന സമയത്ത് ഞാൻ പറയാം, അന്നീമത്തം ദിനത്തിലെ പയ്യൻ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീരിയലിലൊക്കെ ഉണ്ടായ വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ചിരുന്ന സാഗ് ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിയുടെ ആക്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വേറെ ലെവൽ ആക്ടിംഗ് ആണ്. വേറെ ലെവൽ ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ആക്ടിംഗ്. അല്ലെങ്കിൽ ഈ പടം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇത് കാണണം, തീർച്ചയായിട്ടും കാണണം.